മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ പേരാണ് ജെയ്ഷെ ഇ മുഹമ്മദ്. ഏതാണ് ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന ഈ സംഘടന? 2000-ൽ മൗലാന മസൂദ് അസർ എന്നയാൾ സ്ഥാപിച്ച ഒരു തീവ്രവാദ സംഘടനയാണ് ജെയ്ഷെ ഇ മുഹമ്മദ്. ആരാണ് ഈ മസൂർ അഹമ്മദ്? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 1999-ൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഏതാണ്ട് 176 പാസഞ്ചേഴ്സുമായി തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. അന്ന് തട്ടിക്കൊണ്ടുപോയ ആ വിമാനം രക്ഷിക്കാൻ വേണ്ടി, അതിലെ ഹോസ്റ്റേജസിനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലിൽ ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന 3 തീവ്രവാദികളെ ഇന്ത്യക്ക് റിലീസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ മൗലാന മസൂദ് അസർ. അയാളുടെ കൂടെ റിലീസ് ചെയ്യപ്പെട്ട മറ്റ് 2 പേരാണ് അഹമ്മദ് ഒമർ സയ്യിദ് ആൻഡ് മുസ്തഫ അഹമ്മദ് ഷെയ്ഖ്. ആ റിലീസിന് ശേഷം 2000-ൽ തന്നെ മസൂദ് അസർ സ്ഥാപിച്ച സംഘടനയാണ് ജെയ്ഷെ ഇ മുഹമ്മദ്. ഈ സംഘടന പ്രധാനമായും പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇന്ത്യയിലെ ഹരിയാന, പഞ്ചാബ്, പ്രധാനമായും ജമ്മു കാശ്മീർ എന്നീ മേഖലകളിൽ ശക്തമായ വേരുകളുള്ള സംഘടനയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഈ സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യം ഒന്നുകിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വതന്ത്ര രാജ്യമാക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർക്കുക എന്നതാണ്. 2000-ൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഇവർ നിരവധിയായ ആക്രമണങ്ങൾ ചെറുതും വലുതുമായി ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2001-ൽ തന്നെ നടത്തിയ പാർലമെന്റ് അറ്റാക്കാണ്. അതിനുശേഷം 2018-ൽ പത്താൻകോട്ട് എയർബേസ് ആക്രമണം നടത്തുന്നുണ്ട്. 2014 തന്നെ ഉറിയിലുള്ള ആക്രമണം. 2019-ൽ പുൽവാമയിൽ ഇന്ത്യയുടെ 40 പട്ടാളക്കാരെ കൊന്നുകളഞ്ഞ ആ സൂയിസൈഡ് ബോംബിംഗ് അറ്റാക്ക്. ഒടുവിൽ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചാന്ദിനി ചൗക്കിന് സമീപമുണ്ടായ ആ കാർ ബോംബ് അറ്റാക്ക്.